ഒരു തെറ്റ് കാണുമ്പോൾ അതിനെ എങ്ങനെ തിരുത്തണം എന്നുള്ളതിൽ പ്രവാചകന്റെ മാതൃക അനുപമമാണ്. ഒരു കള്ളൻ പ്രവാചകന്റെ അടുത്ത് വരുന്ന ആ ഒരു സന്ദർഭം നമുക്കറിയാം. കള്ളനോട് പ്രവാചകൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ: മോനെ, നീ ഇനി കളവ് പറയരുത് ജീവിതത്തിൽ. ആ ഒരു ഗുണം നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതോടുകൂടി ആ കള്ളന്റെ ജീവിതം ആകെ മാറുകയാണ്. പിന്നെ ഓരോ തവണ കക്കാൻ പോകുന്ന സമയത്തും പ്രവാചകനോട് ഇനി കളവ് പറയേണ്ടി വരുമല്ലോ, അതല്ലെങ്കിൽ ഞാൻ കട്ടു എന്നുള്ള ഈ ഒരു കാര്യം, ഞാൻ കളവ് നടത്തി, ഈ ഒരു നീചകൃത്യം ഞാൻ വീണ്ടും വീണ്ടും ചെയ്തു എന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിന്തിരികയും പിന്നെ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്യാം. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്റെ ഉപദേശം. വളരെ കൃത്യമായിട്ട് ആ മനുഷ്യൻ മാറണം എന്നുള്ള ഗുണകാംക്ഷയോട് കൂടിയുള്ള മയത്തിലുള്ള സ്നേഹത്തിലുള്ള ഒരു ഉപദേശമായിരുന്നു. രണ്ട്, ആ കള്ളന്റെ കാര്യം. ഇഖ്ലാസോടുകൂടെ ആ കള്ളൻ അതിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാനിനി കളവ് പറയില്ല എന്നുള്ള ആ ഒരു പ്രതിജ്ഞയിൽ അടിയുറച്ചു നിൽക്കുവാനും അതിലൊരു ഇഖ്ലാസോടുകൂടെ ആ ഒരു കാര്യത്തിൽ ഇഹ്സാനോടുകൂടെ നിലകൊള്ളാൻ ആ കള്ളൻ ശ്രമിച്ചു എന്നുള്ളതാണ്. രണ്ടാളുകളുടെ കാര്യത്തിലും നമുക്ക് മാതൃകയുണ്ട്. ആ കള്ളൻ അങ്ങനെ ആവാനുള്ള വഴിയായത്, അതിന് പ്രേരകമായിട്ടുള്ളത് പ്രവാചകന്റെ വാക്കാണ്, പ്രവാചകന്റെ സമീപനമാണ്. എന്നാൽ അതിലേക്ക് ശ്രമിച്ചതോ ആ കള്ളനാണ്.